ഹലോ ഫ്രണ്ട്സ്, ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ യൂട്യൂബിലൊക്കെ കൂടുതലായിട്ടും സെർച്ച് ചെയ്യുന്നത് പല വിധത്തിലാണ്. അതിലൊന്നാമത്തെ ഒരു കാര്യമാണ്, നമുക്ക് ഈ ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് മാത്രമേ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമോ? ഇതിൻ്റെയൊക്കെ ഉത്തരം ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, പെർഫെക്റ്റായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീൻ സ്ക്രീൻ വേണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി ചാനലിനകത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. ഇനി അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റ് സെക്ഷനകത്ത് വന്നിരിക്കുന്ന കുറേയധികം സംശയങ്ങൾ, അതിനെ ഒന്ന് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ യൂസ്ഫുൾ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ നമുക്കൊരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം ആപ്ലിക്കേഷൻസും വെബ്സൈറ്റുകളുമൊക്കെ ഇന്ന് ലഭ്യമാണ്. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ നിന്നിട്ട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ നിന്നിട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് മനോഹരമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. അതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ ഈ വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനുകളും വർക്ക് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു 5-6 മിനിറ്റിൻ്റെ വീഡിയോയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 300-400 MB കാണും. അത് ഈ ഒരു സൈസുള്ള ഫയലിനെ എന്ത് ചെയ്യണം, ഈ ഒരു വെബ്സൈറ്റിനകത്തോട്ട് ആദ്യം അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടൊക്കെ ആഡ് ചെയ്തിട്ട് അത് അവിടെ പ്രോസസ്സ് ചെയ്യും. അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കണ്ടാലേ അറിയാം നമ്മൾ മാനുവലായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയതാണെന്നുള്ളത്. ഒരു പെർഫെക്ഷൻ നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ വീണ്ടും നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ നിന്നും നമ്മളുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ആ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഫയലിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, യൂട്യൂബും ഫേസ്ബുക്കും പോലെ നമുക്ക് മറ്റുള്ളവരെ കാണിക്കാനായിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇത്രയും അധികം ഡാറ്റ നമുക്ക് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഒരു ഗ്രീൻ സ്ക്രീൻ അങ്ങ് മേടിച്ച് വെക്കുക. അപ്പോൾ ഈ പച്ച കളർ എന്ന് പറയുന്നത് പല തരത്തിലുള്ള പച്ച കളറുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ക്രീനെ കാണുന്ന രീതിയിലുള്ള ഗ്രീൻ സ്ക്രീനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആമസോണിനകത്തും ഫ്ലിപ്കാർട്ടിനകത്തും ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പം ഇത്തരത്തിലുള്ള ഈ ഗ്രീൻ സ്ക്രീൻ മേടിക്കാൻ നിങ്ങൾ ഈ പറയുന്ന പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കിനും ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്ന ആ ഒരു സ്റ്റാൻഡും കൂടെ നമുക്ക് കിട്ടുമെന്നുള്ളത്. സ്റ്റാൻഡൊന്നുമില്ല, തുണി മാത്രമാണ് നമുക്ക് ഗ്രീൻ സ്ക്രീനായിട്ട് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഓൺലൈനായിട്ട് കിട്ടുന്ന ആ ഒരു ഗ്രീൻ സ്ക്രീൻ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സമയമൊക്കെ നമുക്ക് വെറുതെ കളയുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എടുക്കാനായിട്ടും സാധിക്കും. ഇനി അടുത്ത കാര്യം, ഈ പച്ച കളർ മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ഏതെങ്കിലും കളർ പറ്റുമോ? അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനെ കാണുന്ന ഇതുപോലെയുള്ള സോളിഡ് കളർ ബാക്ക്ഗ്രൗണ്ടുകൾ ഏതെങ്കിലും വേണം. ഇത്തരത്തിലുള്ള സോളിഡ് ബാക്ക്ഗ്രൗണ്ടിന് മുന്നിൽ നിന്ന് എടുക്കുന്ന വീഡിയോസിന് മാത്രമേ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പെർഫെക്റ്റായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പോലെയുള്ള ഇതുപോലെയുള്ള ലൊക്കേഷൻസ്, അതായത് ചില സ്ഥലങ്ങളിൽ വെള്ള കാണുന്നു, ചില സ്ഥലങ്ങളിൽ പച്ച കാണുന്നു, ചിലയിടത്ത് മരങ്ങൾ കാണുന്നു, അതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ്, അങ്ങനെയുള്ള വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒരിക്കലും ക്ലിയറായിട്ട് മാറ്റിക്കളയാനായിട്ട് സാധിക്കത്തില്ല. ഒരു സോളിഡ് കളറായിരിക്കണം. ഇപ്പോൾ ഈ സ്ക്രീനെ കാണുന്ന രീതിക്കുള്ള ഏതെങ്കിലും ഒരു സോളിഡ് കളറാണെങ്കിൽ വീഡിയോ എഡിറ്ററിനകത്തിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയപ്പെടുന്ന ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. പക്ഷേ ഇത്രയധികം കളറുകളൊക്കെ ലഭ്യമാണെങ്കിൽ കൂടി അതിനകത്ത് ഗ്രീൻ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തരത്തുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ട് ടെക്നിക്കലായിട്ട് പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല. ഈ ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് അറിയാമായിരിക്കും. അതായത് ലൈറ്റിൻ്റെ, ഈ നമ്മളുടെ കളേഴ്സും ലൈറ്റും തമ്മിലുള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത്, എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളുടെ വീഡിയോ എഡിറ്ററിനകത്തൊക്കെ ക്രോമാ കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാറ്റിയിട്ടിട്ടാണ് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിനെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രോമാ കീ സപ്പോർട്ട് ചെയ്യുന്ന 2 കളറുകളാണ് പെർഫെക്റ്റ് ഗ്രീൻ കളറും അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ കളറും എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ക്യാമറയിലൂടെ ഇതുപോലെ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള പിക്സലുകളും ഈ പറയപ്പെടുന്ന ഗ്രീൻ ബ്ലൂ കളറും തമ്മിൽ എന്തൊക്കെയോ റിലേഷൻസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഈ ഗ്രീൻ സ്ക്രീൻ തന്നെ വേണമെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഗ്രീൻ സ്ക്രീൻ ഇട്ടെങ്കിലേ പെർഫെക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത്. അതിനെ മറ്റൊരു കളർ കൊണ്ട് വെച്ചിട്ട് നമുക്ക് പെർഫെക്റ്റ് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഈ പറയപ്പെടുന്ന ഗ്രീൻ കളർ അല്ലെങ്കിലും ഇതുപോലെയുള്ള സോളിഡ് കളേഴ്സ് ആണെങ്കിലും നമുക്ക് കൈൻമാസ്റ്റർ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഇത്തരത്തിൽ ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കൈൻമാസ്റ്റർ എഡിറ്റിംഗ് ആപ്ലിക്കേഷനകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നമുക്ക് പുതിയ ബാക്ക്ഗ്രൗണ്ട് ഏതാണോ ആഡ് ചെയ്യേണ്ടത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഏത് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടാണോ മാറ്റേണ്ടത് ആ ഒരു വീഡിയോ അതിന് മുകളിലേക്ക് നമ്മൾ ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മുടെ വീഡിയോ പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഒന്ന് ക്രോപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനകത്ത് കീ കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളുടെ വീഡിയോ നമ്മൾ എവിടെ നിന്നാണോ എടുത്തത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സാധാരണ ചെയ്യുന്നത് പോലെ ആ ഒരു കർവൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഒരു ഗ്രീൻ സ്ക്രീൻ വെച്ച് ചെയ്യുന്ന അത്രയും പെർഫെക്ഷൻ അതിനകത്ത് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതല്ല മറ്റ് കളറുകൾ വെച്ചിട്ടും അതുപോലെ സോഫ്റ്റ്വെയറുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയപ്പെടുന്ന ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച വീഡിയോയേക്കാളും കൂടുതൽ വൃത്തികേടാകും നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ ഗ്രീൻ സ്ക്രീൻ ഒക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കിന് അധികം കിടന്ന് ഇളകരുത്. ഇപ്പോൾ കൈയും കാലും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ഇട്ട് ഇളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കൈയൊക്കെ ഇങ്ങോട്ട് ആട്ടുമ്പോഴത്തേക്കിന് ഇവിടെ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ ഗ്രെയിൻസ് പോലെ വരും. അപ്പം ആ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഇത് പെർഫെക്റ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ല എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനായിട്ടുള്ള പെർഫെക്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ വീടിനകത്ത് നിന്നിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീടിനകത്തെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു വോൾ എന്ത് ചെയ്യുക, പച്ച കളർ അങ്ങ് അടിക്കുക. അല്ലെങ്കിൽ പച്ച കളറിലുള്ള തുണി നമ്മൾ തന്നെ കുറച്ച് മേടിക്കുക. അതും അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഗ്രീൻ സ്ക്രീൻ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അത് പെർഫെക്റ്റ് കളറാണ്. അപ്പോൾ ആ കളറെ നിങ്ങൾ വീട്ടിൽ പെയിൻറ്റ് അടിക്കുകയാണെങ്കിലും തുണി മേടിക്കുകയാണെങ്കിലും ചെയ്യാവുള്ളൂ. ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്ത മറ്റുള്ള സുഹൃത്തുക്കൾക്കും എത്തിച്ചു കൊടുക്കുക. കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ വീഡിയോയുടെ തൊട്ട് താഴെ രേഖപ്പെടുത്തുക. ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.